നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വേൾഡ് ചാമ്പ്യനുണ്ട്. എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഉണ്ട്, വേൾഡ് ചാമ്പ്യനാണ് പുള്ളിക്കാരൻ. കോക്കോ എന്ന ഗെയിമിന് വേണ്ടിയാണ് വേൾഡ് ചാമ്പ്യൻ ആയത്. അതായത് ഒരു ടീം, ഇന്ത്യ തന്നെ ഒരു വേൾഡ് കപ്പുമായിട്ട് എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന്, ഒരു ചെറിയ ഗ്രാമമായ പനയ്ക്കോട് നിന്നാണ് പുള്ളിക്കാരൻ ഉള്ളത്. പുള്ളിക്കാരൻ്റെ പേരെന്ന് പറയുന്നത് നിഖിലാണ്. ട്രിവാൻഡ്രംകാരനാണ്. പക്ഷെ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സ്പോർട്സിൽ, അതും ഒരു വേൾഡ് ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് എത്രത്തോളം ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്, കേരളത്തിൽ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയും, കേരളത്തിൽ തന്നെയാണ് ഈ ഒരു അവഗണന. കാരണം നമ്മൾ കണ്ടുവന്നതാണ് എത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കാം, അതായത് സ്പോർട്സിന് വേണ്ടി മെഡലുകൾ കൊണ്ടുവന്നിട്ട് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ പിറകെ നടക്കുന്ന എത്ര കായിക താരങ്ങളുണ്ടെന്നോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മുടെ കായിക മന്ത്രിയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടണമെന്ന് ഒരു ഐഡിയയും ഇല്ല. പുള്ളിക്കാരൻ ഇത് അറിഞ്ഞോന്ന് തന്നെ ഡൗട്ടാണ്. കാരണം ഒരു പ്രസ് മീറ്റിലോ ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിരുന്നു. ഒരു സ്ഥലത്തും ലിറ്ററലി ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി ആരും മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നിഖിലിനെ ഇത്രത്തോളം അവഗണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം ഒരു വേൾഡ് ചാമ്പ്യൻ, അതും കേരളത്തിൽ നിന്നുണ്ടായിട്ട് ലിറ്ററലി ആരും ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേടാണോ, ഒന്ന് ആലോചിച്ച് നോക്കുക അവന്റെ ഒരു മാനസികാവസ്ഥ. കാരണം ഞാൻ ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ഞാൻ വിട്ടുപോയി, ഞാൻ എന്തായാലും ഇവിടെ വെക്കാം. അവന് സ്റ്റാലിൻ നൽകിയത് ഏകദേശം, അതായത് തമിഴ്നാട് സർക്കാർ നൽകിയത് ഏകദേശം 25 ലക്ഷം രൂപയാണ് പാരിതോഷികമായി നൽകിയത്.